പലിശ KPCCയുടെ ഇന്ദിരാ ഭവനിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ആ കാഴ്ചകൾ പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങളെ കാണിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ചിലയിടങ്ങളിൽ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ തോറ്റ് അമ്പിയെട്ടിയിട്ട് തോറ്റ് തുന്നം പാറി കഴിയുമ്പോൾ അവസാനം തീട്ടം കൊണ്ട് ആറാട്ട് നടത്തുക എന്ന് പറയുന്ന ഏർപ്പാട് നടത്തുന്ന ചില ക്രിമികീടങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ചില ക്രിമികീടങ്ങൾ സോഷ്യൽ മീഡിയകളിലൊക്കെ അയ്യോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടായിരുന്നു. ചില ആളുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ആളായിരിക്കും, ആൾക്കാർ എല്ലാവർക്കും ഇത്തരത്തിൽ പോസ്റ്റുകളൊക്കെ ആ വ്യക്തിയുടേത് കണ്ടു പരിചയമുള്ള ആളായിരിക്കും. അപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പോൾ ചില പോസ്റ്റുകളാണ്, ആ ആൾ മാത്രമല്ല അങ്ങനത്തെ കുറച്ച് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകൾ ആർക്കാ വോട്ട് ചെയ്തിരിക്കുന്നത്? വോട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഒന്നാന്തരം പിണറായി വിജയന്റെ ക്രിമികീടങ്ങളാ. വോട്ട് ചെയ്തിരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് വന്നിട്ട് ഇപ്പുറം പറയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ പരാജയപ്പെട്ട് തോറ്റു തുന്നം പാറി നിൽക്കുമ്പോൾ അവസാനം തീട്ടം തൂറിയിട്ട് ആ തീട്ടം വാരി എറിയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു പ്രൊസീജിയറും ഒരു കാര്യങ്ങളും വലിയ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അതിനുള്ളിൽ നടക്കുന്ന ചർച്ചകളൊക്കെ പുറം ലോകം അറിയുകയും കൃത്യമായിട്ട് അതെല്ലാം ക്യാമറകൾക്ക് ഒപ്പിയെടുക്കാൻ വരെ അവസരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ മറ്റു പലയിടത്തും അങ്ങനെയല്ല, അടച്ചിട്ട മുറിയില, ആ പടിവാതിൽക്കൽ കടന്ന് അകത്തോട്ട് കയറാൻ പോലും അനുവാദമില്ല. ഇതിപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന ഇന്ദിരാഭവന്റെ അകത്ത് KPCC പ്രസിഡന്റിന്റെ ആ മുറിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒപ്പിയെടുത്തിട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ അത്രമാത്രം സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ നൽകുന്ന ഒരു പാർട്ടിയാ. ആ പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, വിജയാഹ്ലാദങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ പ്രതിനിധികളെ വിളിച്ച് അവർ ചോദിക്കും ആരൊക്കെയാണ് ആവേണ്ടത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആരാവണം എന്നൊക്കെയുള്ളത്. അതാണിപ്പോൾ നടന്നത്. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ അതിനിടയിൽ ഈ തോറ്റു തുന്നം പാറിയിട്ട് കഴിഞ്ഞിട്ട് ഈ തൂറി തോൽപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തൂറി തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കുറേ എണ്ണങ്ങളുണ്ട്. അവരാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടായിരുന്നു. പിന്നെ ആർക്ക് ചെയ്യണം? പിണറായി വിജയന് ചെയ്യണം. എന്നാൽ പിണറായി വിജയന് തോറ്റപ്പോൾ ഇപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞല്ലോ, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. ഇവർ പറയുന്നത് UDF വോട്ട് ചെയ്യരുതായിരുന്നു.
പിന്നെ ആർക്കായിരുന്നു ചെയ്യേണ്ടത്? അത് പിണറായി വിജയൻ ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ തോറ്റു തുന്നം പാറിയപ്പോൾ നല്ല സഖാക്കളുണ്ടല്ലോ, ഈ കമ്മ്യൂണിസം എന്താണ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ചില സഖാക്കളുണ്ടല്ലോ, ആ സഖാക്കള് ഇപ്പൊ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? തോൽക്കാൻ കാരണം ആരാണെന്ന? പിണറായി വിജയനാണെന്ന. തോൽക്കാൻ കാരണം ആരാണെന്ന? MP ഗോവിന്ദനാണെന്ന. ഈ രണ്ടുപേരെയും പാർട്ടി നിർത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഇവരെ രണ്ടുപേരെയും മാറ്റി ആ സ്ഥാനത്തേക്ക് മറ്റു പലരെയും കൊണ്ടുവരണം എന്നുള്ള പല ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അല്ലേ? അത്തരത്തിൽ ചില ചർച്ചകൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥ സഖാക്കൾ തോറ്റു കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും ഉത്തരവാദികളാണ്, അവരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തോൽവികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ചില ആളുകൾ, അങ്ങനെയും ചില ആളുകളുണ്ടല്ലോ, മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ട് അതൊരു ക്രിമികടിയുടെ സ്വഭാവമാണ്. ഇപ്പോൾ ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടി പുറത്താക്കിയപ്പോൾ ആ ഘട്ടത്തിൽ രാഹുലില്ലെങ്കിൽ ഞങ്ങളില്ല, രാഹുലില്ലെങ്കിൽ ഞങ്ങളുടെ വോട്ടൊക്കെ BJPക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് ക്രിമികീടങ്ങൾ ഉണ്ടായിരുന്നു. ആരാ ഇത് പറഞ്ഞത്? അത് പറഞ്ഞതും വിജയൻ സേനയായിരുന്നു. അതുപോലെ ഈ വെള്ളം കലക്കുക എന്ന് പറയുന്ന പരിപാടി, മീൻ പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷെ ഇവറ്റകൾക്ക് ഒറ്റ മീനും കിട്ടൂല. വലിയ കാര്യത്തിൽ വന്നിട്ട് വെള്ളം കലക്കും, എന്നാൽ മീൻ കിട്ടുമോ? മീൻ കിട്ടുകയുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, സാധാരണ വെള്ളം കലക്കിയാൽ മീൻ കിട്ടണം. ഇത് വെള്ളം കലക്കും, വലിയ ആന കരിമ്പൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ വെള്ളം ഒന്നാകെ കലക്കും, എന്നാൽ മീൻ കിട്ടുമോ ഇവറ്റകൾക്ക്? അത് കിട്ടൂല. അപ്പം അങ്ങനത്തെ ചില ഏർപ്പാടുകൾ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ അവസാന ആയുധം ഈ തൂറിത്തൊൽപ്പിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് കുറച്ച് ആളുകൾ കയ്യിലെടുക്കുക. ഞാൻ പേര് പറയാത്തത് വേറൊന്നും ഉണ്ടായിട്ടില്ല, അത് പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും അറിയുന്ന വ്യക്തികളാണ്. പിന്നെ അത് പേര് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊരു ശരിയായ ഏർപ്പാടല്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. നിങ്ങളും കണ്ടിട്ടുണ്ടാകും, ആ പോസ്റ്റുകളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമില്ല, വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി അവരുടെ പ്രതിനിധികൾ, അവരുടെ അംഗങ്ങൾ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ വിജയിച്ചു കയറിയ ആളുകളുടെ അഭിപ്രായം ആദ്യം കേൾക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികളെ വിളിക്കുന്നു, അവരുടെ അഭിപ്രായം കേൾക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ AICCയുടെ നിരീക്ഷകരുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടി ഇത്രയധികം സംവിധാനങ്ങൾ നൽകുന്നു, മനസ്സിലായില്ലേ? അവിടെ മറുപുറത്താണെങ്കിലോ, മറുപുറത്ത് എല്ലാം ഒരുത്തനിലേക്ക് ചുരുങ്ങി, എല്ലാം ഒരാളിലേക്ക് ചുരുങ്ങി, അവസാനം 8 നിലയിൽ പൊട്ടി, മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പം എന്താ പറഞ്ഞ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ട് ഗോവിന്ദൻ പറഞ്ഞ ഒരു പ്രത്യേകം വാക്കുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇനി പാർട്ടിയിൽ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരമുണ്ടാകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രകാലം അത് ഉണ്ടായില്ല, ഇത്രകാലം ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായില്ല. എന്നാൽ കോൺഗ്രസ് പാർട്ടിയോ? കോൺഗ്രസ് പാർട്ടിയിൽ അന്നും ഇന്നും എന്നും ഇനി ഈ എത്ര കാലമാണോ ഈ പാർട്ടി ഉണ്ടാകുന്നത് അത്രയും കാലം ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെ പലരും വലിയ രീതിയിൽ ഊതി വീർപ്പിച്ച് വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടാക്കി വിവാദങ്ങളിലേക്ക് ഇങ്ങനെ റൂട്ട് തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ റൂട്ട് തിരിക്കലിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? അതിന് ആ റൂട്ട് തിരിക്കലിന് ഒന്നുകൂടി ഒരു വ്യക്തത അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് UDFിൻ്റെ മുഖ്യമന്ത്രി ആരോടെ ചോദിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനോട്. ഈ ചർച്ചകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് അവർ. പോയിട്ട് വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുക UDFിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന്. ചോദ്യമൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കുക എന്താ, വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ UDFിൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ AICCയുടെ പ്രസിഡന്റോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണെന്ന് തോന്നും നമുക്ക്. അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോ അങ്ങനെ ആരെങ്കിലും ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നമുക്ക് കരുതും. എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആരാ? വെള്ളാപ്പള്ളി നടേശൻ ഒന്നുമായാന്തരം സംഘാവ്, സംഘപരിവാറുകാരനൊന്നോ സഖാവെന്നോ വിളിക്കാൻ പറ്റൂല. രണ്ടും കൂടിയുള്ള, രണ്ടും കെട്ട, ആണും പെണ്ണും കെട്ട സാധനം, അതാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ചില ചർച്ചകൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ അതേ രീതിയിൽ ഈ പറയുന്ന വിജയൻ സേനയിൽ പെടുന്ന ക്രിമികീടങ്ങൾ എന്തോ ഇവരെ പറച്ചിൽ കേട്ടാൽ നമുക്ക് എന്താ തോന്നുക? ഇവരൊക്കെ UDFിന് വോട്ട് ചെയ്തവരാ? അല്ല, ഇവറ്റകള് വോട്ട് ചെയ്തൊക്കെ അരിവാൾ ചുറ്റിയേക്കാം. പക്ഷെ എന്താ പ്രശ്നം? ഇപ്പൊ തോറ്റു എന്ന് പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടി.
പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടിത്തറയടക്കം ഇളക്കി കൊണ്ടുപോയി. അങ്ങനെ ഒരു വലിയ പരാജയം കണ്ടു നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ വഴി? പിടിച്ചു നിൽക്കാൻ എന്താ വഴി? ആ വഴിയാണ് ഇപ്പം തേടിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യണ്ടായിരുന്നു, വിജയന് ചെയ്താൽ മതിയായിരുന്നു, ഇതൊക്കെയായിരുന്നു വർത്താനം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പുച്ഛം തോന്നുകയാണ്. അതോടൊപ്പം തന്നെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ എന്നിങ്ങനെ ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് കാലാകാലങ്ങളായിട്ട് എന്തിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യ പ്രധാനമന്ത്രി ആരാകണം എന്നുള്ള അവിടെ മുതൽ തുടങ്ങിയാണ് ഈ അഭിപ്രായ രൂപീകരണം, ഈ അഭിപ്രായം ചോദിക്കൽ. എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് ഒരു അഭിപ്രായത്തിലേക്ക് എത്തുക എന്നുള്ള സ്വഭാവം അന്ന് 1947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യത്തെ പ്രധാനമന്ത്രി ആ കസേരയിലേക്ക് വരുമ്പോഴും നടന്നതും ഇതേ ചർച്ചകളാ. അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അതിനിടയിൽ ചില ആളുകൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് കലക്കി നോക്കുക. മീൻ കിട്ടൂല എന്ന് ഉറപ്പാ, എന്നാലും അങ്ങോട്ട് കലക്കി നോക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കൂട്ടത്തിൽ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ അവരുടെ പേരുകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാ. വലിയ നിഷ്പക്ഷരായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ വരുന്ന ചില നിലപാടുകളുണ്ടല്ലോ. അങ്ങനെയുണ്ട്. ഈ നിഷ്പക്ഷനാകാൻ വേണ്ടിയിട്ട്, നിഷ്പക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന രീതിയിൽ നിഷ്പക്ഷനാകാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കൃത്യമായ നിലപാടുകളുണ്ട്, പക്ഷെ ആ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനോ ആ നിലപാടുകൾ തുറന്നു പറയാനോ കഴിയാത്ത ചില ആളുകളുണ്ട്. അവറ്റകളാണ് ഈ രീതിയിൽ ചെയ്യണ്ടായിരുന്നു, വേണ്ടായിരുന്നു, കലക്കൽ ഏർപ്പാട് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് പറ്റൊന്നുമില്ല, സൂക്ഷിക്കണം. ഇത്തരക്കാരെ നല്ല നമ്മൾ വിളിക്കുന്ന ഒറ്റ വാക്കിൽ വിളിക്കുന്നൊരു പേരുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇവിടെയും വരും അവിടെയും പോകും, അവിടുത്തത് ഇവിടെ വന്ന് പറയും, ഇവിടുത്തത് അവിടെ പോയി പറയും, രണ്ട് തോണിയിലും കാല് വെക്കും. അങ്ങനത്തെ ചില ആളുകൾ. അപ്പോൾ അവറ്റകളെ സൂക്ഷിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്.